ഗുഡ് മോർണിംഗ്. നമുക്ക് ആറാമത്തെ സെമസ്റ്ററിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് അതിനകത്ത് നാലാമത്തെ മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇമേജ് റീസ്റ്റോറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇമേജ് ഡീഗ്രഡേഷൻ മോഡലും എന്താണെന്നുള്ളതാണ് ഈ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. ശരി, ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം പല രീതിയിലും നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് കറക്റ്റ് ആയി അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ആയി പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇമേജ് ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, അതുപോലെ തന്നെ റാൻഡം നോയ്സ്, ഇത് രണ്ടും കാരണമാണ് ഒരു ഇമേജ് കറപ്റ്റഡ് ആയി പോകുന്നത്. അപ്പോൾ അതിനകത്ത് ലീനിയർ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് രണ്ട് കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഡിജിറ്റൽ ക്യാമറ വെച്ച് നമ്മൾ ഇമേജ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ആ ക്യാമറ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമോ, ക്യാമറ മൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് എന്ന് പറയുന്നത് ഡീഗ്രേഡായി പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇമേജ് ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ ടർബുലൻസോ ഉണ്ടെങ്കിലും അത് ഇമേജ് ഡീഗ്രേഡ് ആയി പോകാനുള്ള മറ്റൊരു ചാൻസാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആ ക്യാമറയുടെ മോഷൻ അതുകൊണ്ട്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടർബുലൻസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ് കൊണ്ടോ, അല്ലെങ്കിൽ ആ രണ്ട് കാരണങ്ങളാണ് നമ്മൾ ലീനിയർ ഫ്രീക്വൻസി ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഡീഗ്രഡേഷൻ ഇതിലേക്ക് പോകാനുള്ള ഒരു റീസൺ. ഇനി മറ്റൊരു റീസൺ, അല്ലെങ്കിൽ ഇമേജ് ഡീഗ്രേഡ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇമേജിനകത്ത് വരുന്ന നോയ്സാണ്, റാൻഡം നോയ്സ്. അപ്പോൾ ഒരു ഇമേജിനകത്ത് ഒരുപാട് രീതിയിലുള്ള നോയ്സസ് ഒരു ഇമേജിനെ എഫക്റ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം നോയ്സിനകത്ത് എക്സാമ്പിൾ ഗോസിയൻ നോയ്സ്, റെയിലേ നോയ്സ്, പിന്നെ അതുപോലെ തന്നെ ഗാമ നോയ്സ്, അങ്ങനെ ഒരുപാട് നോയ്സസ് ഉണ്ട് ഒരു ഇമേജിനെ കറക്റ്റ് ആവാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇമേജിനകത്ത് എങ്ങനെ ഈ റാൻഡം നോയ്സ് വരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇമേജ് ഫോം ചെയ്യുന്ന സമയത്തും ഈ നോയ്സസ് ഇമേജിൻ്റെ കൂടെ ആഡ് ആവാം. അതുപോലെ തന്നെ ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും നോയ്സ് ആടാം, അല്ലെങ്കിൽ രണ്ട് ചെയ്യുമ്പോഴും ആവാം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇമേജ് ഡീഗ്രേഡ് ആവാനുള്ള രണ്ട് റീസൺസ് എന്ന് പറയുന്നത് ലീനിയർ ഫ്രീക്വൻസി ഡിസ്റ്റോർഷനും അതുപോലെ തന്നെ റാൻഡം നോയ്സസും. അപ്പോൾ ലീനിയർ ഫ്രീക്വൻസി ഡിസ്റ്റോർഷനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ക്യാമറയുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷനും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. അതുപോലെ റാൻഡം നോയ്സ് ഇമേജിൽ ഒക്കർ ചെയ്യുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന സമയത്തും ഒക്കർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും നോയ്സ് എന്ന് പറയുന്നത് ഇമേജിനകത്ത് വരാം, അല്ലെങ്കിൽ രണ്ടും ചെയ്യുമ്പോഴും വരാം. ഇമേജ് ഫോം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും ഈ നോയ്സസ് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യും. ഇനി എന്താണ് ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾറെഡി ഡീഗ്രേഡ് ആയ ഇമേജാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ ഡീഗ്രേഡ് ആയ ഇമേജിൽ നിന്ന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, ഒറിജിനൽ ഇമേജിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ഗോൾ ഓഫ് ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആൾറെഡി ആ ഇമേജിനകത്ത് ഡീഗ്രഡേഷൻ സംഭവിച്ചത് എങ്ങനെയാണെന്നോ, അപ്പോൾ നമ്മൾ ഒരു ഇമേജിൻ്റെ ഡീഗ്രഡേഷൻ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇമേജ് ഡീഗ്രഡേഷൻ ഫംഗ്ഷനെ കുറിച്ച് ഒരു പ്രയർ നോളജ് നമുക്കുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇമേജിനെ നമ്മൾ റിക്കവർ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുക. അതാണ് ഇമേജ് റീസ്റ്റോറേഷൻ്റെ ഫണ്ടമെൻ്റൽ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ആ ഇമേജ് റീസ്റ്റോറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ആ ഇമേജ് ഡീഗ്രഡേഷൻ പ്രോസസ്സിനെ നമ്മൾ മോഡലിംഗ് ചെയ്യും. ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യും ഇമേജ് ഡീഗ്രഡേഷൻ പ്രോസസ്സ്. എന്നിട്ട് നമ്മൾ ആ ഏത് രീതിയിലാണോ ആ ഇമേജിന് ഡീഗ്രഡേഷൻ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സ് ആ ഡീഗ്രേഡഡ് ഇമേജിൽ നമ്മൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ ഒറിജിനൽ ഇമേജിനെ നമ്മൾ റിക്കവർ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്തത്. മനസ്സിലായല്ലോ ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം ഏത് രീതിയിലാണോ ആ ഇമേജിന് ഡീഗ്രഡേഷൻ സംഭവിച്ചിരിക്കുന്നത്
മനസ്സിലായല്ലോ. അപ്പോൾ ആ ഡീഗ്രഡേഷനെ നമ്മൾ ആദ്യം മോഡൽ ചെയ്യുന്നു, എന്നിട്ട് ആ ഡീഗ്രഡേഷൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സ് നമ്മൾ ആ ഡീഗ്രേഡഡ് ഇമേജിന് നമ്മൾ അപ്ലൈ ചെയ്ത് ഒറിജിനൽ ഇമേജിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നു. അതാണ് ഇമേജ് റീസ്റ്റോറേഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇമേജ് റീസ്റ്റോറേഷൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് എന്ന് പറയുന്നത് ഇമേജ് ഡീഗ്രഡേഷൻ മോഡലാണ്, അല്ലെങ്കിൽ അതിനെ ഇമേജ് റീസ്റ്റോറേഷൻ മോഡലെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഇമേജ് ഡീഗ്രഡേഷൻ മോഡലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കാണാൻ പറ്റും. ഈ ഒറിജിനൽ ഇമേജ് ആണ് f(x, y) 2 ഡയമെൻഷണൽ ഇമേജ്. ദെൻ സ്പേഷ്യൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡീഗ്രഡേഷൻ പ്രോസസ്സ്, അതിനാണ് ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ h(x, y) കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇമേജിൽ വരുന്ന നോയ്സ് ടൈമാണ് ((x, y). ഇനി ഈ ഡീഗ്രഡേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ h(x, y)യും അഡിറ്റീവ് നോയ്സ് ടൈം ((x, y)യും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻപുട്ട് ഇമേജ് f(x, y)യിൽ ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്ത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഡീഗ്രേഡഡ് ആവും. ആ ഡീഗ്രേഡഡ് ഇമേജ് ആണ് g((x, y) എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് റീസ്റ്റോറേഷനിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഡീഗ്രേഡഡ് ഇമേജ് g((x, y) ആണ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ റീസ്റ്റോറേഷൻ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. റീസ്റ്റോറേഷൻ ഫിൽറ്റേഴ്സ് വെച്ച് ഈ ഡീഗ്രേഡഡ് ഇമേജിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ഇമേജിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഇമേജിനകത്ത് സംഭവിക്കുന്ന നോയ്സ് ടൈമിനെ പറ്റി ഒരു പ്രയർ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഡീഗ്രേഡഡ് ഇമേജ് നമ്മുടെ കയ്യിൽ ഇൻപുട്ടായിട്ടുണ്ട്, ഡീഗ്രേഡഡ് ഇമേജ് നമ്മുടെ കയ്യിലുണ്ട്. ഈ നോയ്സ് ടൈമിൻ്റെ ഒരു ഇൻഫർമേഷനും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറിജിനൽ ഇമേജിൻ്റെ എസ്റ്റിമേറ്റ് f((x, y) എന്ന് പറയുന്നത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞത്, ഈ നോയ്സിനകത്ത് ഡീഗ്രേഡ് അല്ലെങ്കിൽ നോയ്സ് അല്ല, ഇമേജ് ഡീഗ്രേഡ് ആവുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ആക്കുന്ന നോയ്സ് ടൈമിനെ പറ്റിയും ആ ഇമേജിൽ സംഭവിക്കുന്ന ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും, ഇത് രണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന f((x, y), അതായത് റീസ്റ്റോർ ചെയ്തെടുക്കുന്ന ഇമേജിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒറിജിനൽ ഇമേജ് f((x, y) ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇമേജിൽ ഡീഗ്രേഡ് ആവാൻ ചാൻസ് ഉള്ളത് ഡീഗ്രഡേഷൻ പ്രോസസ്സ് വഴിയും നോയ്സും കൂടെയാണ് ഒറിജിനൽ ഇമേജ് f((x, y)യിൽ ആക്ട് ചെയ്ത് ആ ഇമേജിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഇനി ആ ഡീഗ്രേഡ് ഇമേജിൽ നിന്ന് വേണം നമുക്ക് ഒറിജിനൽ ഇമേജിനെ റിക്കവർ ചെയ്തെടുക്കാം. അത് നമ്മൾ റീസ്റ്റോറേഷൻ ഫിൽറ്റർ വഴിയാണ് ആ ഒറിജിനൽ ഇമേജിനെ നമ്മൾ ഡീഗ്രേഡഡ് ഇമേജിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നോയ്സ് ടൈമിനെ പറ്റി ഒരു പ്രയർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റും, ഡീഗ്രേഡഡ് ഇമേജിൽ നിന്ന് ഒറിജിനൽ ഇമേജിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഇമേജ് ഡീഗ്രേഡ് ആവാൻ സാധ്യതയുള്ള ഡീഗ്രഡേഷൻ ഫംഗ്ഷനെ പറ്റിയും അതുപോലെ നോയ്സിനെ പറ്റിയും കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ ആ പ്രിപ്പയർ ചെയ്യുന്ന ഒറിജിനൽ ഇമേജിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും, ആ ഒറിജിനൽ ഇമേജ്, അതായത് ഡീഗ്രഡേഷൻ ആവുന്നതിന് മുന്നേ ഉള്ള ഒറിജിനൽ ഇമേജിന് ആ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ ഡീഗ്രേഡഡ് ഇമേജിനെ സ്പേഷ്യൽ ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്താൽ that is g((x, y) equal to, ഇത് നമുക്കൊരു സിസ്റ്റമായിട്ട് അനലൈസ് ചെയ്യാം. സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടാണ് f((x, y) എന്ന് പറയുന്നത്. സിസ്റ്റം ഫംഗ്ഷനാണ് h((x, y). സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കൂടെ ഒരു നോയ്സ് ടൈമും കൂടെ ആഡ് ആവുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഡീഗ്രേഡ് ഔട്ട്പുട്ട് ഇമേജ് ആണ് g((x, y). ഡീഗ്രേഡ് ഇമേജ് g((x, y) ഈസ് ഈക്വൽ ടു ഇൻപുട്ട് f((x, y). ഇതൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ കൺവല്യൂഷൻ ഫംഗ്ഷൻ h((x, y). ഇനി എക്സ്ട്രാ ഒരു നോയ്സ് ടൈമും കൂടെ ആഡ് ആവുന്നുണ്ട് ((x), മനസ്സിലായുള്ളൂ. ഡീഗ്രേഡ് ഇമേജിനെ നമ്മൾ സ്പേഷ്യൽ ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനാണത്. ഒറിജിനൽ ഇമേജ് f((x, y), കൺവല്യൂഷൻ ഡീഗ്രേഡേഷൻ ഫംഗ്ഷൻ h((x, y) രണ്ടും കൂടെ കൺവല്യൂഷൻ ചെയ്യുക.
ആ കിട്ടുന്ന ഔട്ട്പുട്ട് നോയ്സ് ടേമും കൂടെ ഒറിജിനൽ ഇമേജിൽ ആഡ് ആവുന്നുണ്ട്. അതാണ് E2 ഇതായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഡീഗ്രേഡ് ഇമേജ് G(x(y) എന്ന് പറയുന്നത്. ഈ ഇമേജ് ഡീഗ്രഡേഷൻ മോഡലിനെ ഇമേജ് റീസ്റ്റോറേഷൻ മോഡൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ കൊണ്ടുപോകാറ്. ഈ ഇക്വേഷനെ ഫ്രീക്വൻസി ഡൊമൈനിൽ റിപ്രസെന്റ് ചെയ്താൽ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ എടുക്കുന്നു. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് G(x(y) നമ്മൾ G(u(v) എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. നമുക്കറിയാം ഇത് ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്തിരിക്കുന്നതാണ്. അത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുക ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ. ഇപ്പോൾ ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലാണ്. f(x(y)ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് f(u(v) ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാണ് ഫ്രീക്വൻസി ഡൊമൈനിൽ വരുന്നത്. h(x(y)ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം h(u(v) പ്ലസ് നോയ്സ് ടൈം η(x(y)ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് n(u(v). നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് G(u(v) ഈക്വൽ ടു h(u(v) ഇൻറ്റു f(u(v) പ്ലസ് n(u)v. ഈ ഇക്വേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് G(u(v)നെ സ്മോൾ ലെറ്റർ g ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ h(u(v)നെ ക്യാപിറ്റൽ H എന്ന് ഇൻഡിക്കേറ്റ്. Then f(u(v) ടൈമിനെ സ്മോൾ ലെറ്റർ f വെച്ചും ഇൻഡിക്കേറ്റ്. അതേ പ്ലസ് then n(u(v) നോയ്സ് ടൈമിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ സ്മോൾ ലെറ്റർ n കൊണ്ടും. ഇതാണ് നമുക്ക് ഡീഗ്രഡേഷൻ മോഡലിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് ഡീഗ്രേഡ് ഇമേജ് G ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതിൽ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. നമുക്കറിയാം ഇമേജും ഒരു മെട്രിക്സ് ഫോമിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ H ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിനെ നമ്മൾ ബ്ലോക്ക് സർക്കുലർ മെട്രിക്സ് എന്ന് നമ്മൾ പറയും. ബ്ലോക്ക് സർക്കുലറിൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കുലറിൻ്റെ മെട്രിക്സ് എന്ന് വെച്ചാൽ ആ മെട്രിക്സിൻ്റെ റോ അല്ലെങ്കിൽ കോളം എന്ന് പറയുന്നത് പ്രീവിയസ് റോ അല്ലെങ്കിൽ പ്രീവിയസ് കോളത്തിൻ്റെ ഫ്രീക്വൻസി സർക്കുലർ ഷിഫ്റ്റ് ഫ്രീക്വൻസി അല്ല സർക്കുലർ ഷിഫ്റ്റ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു സർക്കുലർ മെട്രിക്സിൻ്റെ റോ അല്ലെങ്കിൽ കോളം എന്ന് പറയുന്നത്. ബ്ലോക്ക് സർക്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മെട്രിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റും മറ്റ് ഇൻഡിവിജ്വൽ മെട്രിക്സസ് ആയിരിക്കും. ബ്ലോക്ക് സർക്കുലർ മെട്രിക്സ് മീൻസ് സർക്കുലറിൻ്റെ മെട്രിക്സ് ആയിരിക്കും അതിനകത്ത് ഓരോ എലമെൻ്റ് ആയിട്ടും ആ ബ്ലോക്ക് മെട്രിക്സിൻ്റെ ഓരോ എലമെൻ്റ് ആയിട്ടും വരുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലോക്ക് സർക്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീഗ്രേഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫ്രീക്വൻസി ഡൊമൈൻ ആ ഇൻപുട്ട് ഇമേജിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം f(u(v)നെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ f എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യുന്നു ബ്ലോക്ക് സർക്കുലർ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നു ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. പിന്നെ അതിൻ്റെ കൂടെ നോയ്സ് ടൈമിൻ്റെ ഫോറിയർ സ്പെക്ട്രവും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നത്. ഇതാണ് ഡീഗ്രേഡഡ് ഇമേജ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ മോഡൽ റീസ്റ്റോറേഷൻ മോഡലിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സെഷനിൽ നമുക്ക് എന്താണ് അൺകൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷൻ അതുപോലെ തന്നെ കൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷൻ ഇതിനെ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.